ഫോക്കസ് ചെയ്യുന്നത് സ്കിസോഫ്രീനിയ ആൻഡ് സ്പെക്ട്രം ആൻഡ് അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്നാണ്. അപ്പം നേരത്തെ DSM-4 കടന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്നുള്ള ഒരു പേരിലാണ്. അപ്പം ഇപ്പോഴാ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് അവർ പറയുന്നത്, ആ ഒരു ചാപ്റ്ററിനെ വിളിക്കുന്ന പേര് സ്കിസോഫ്രീനിയ, സ്പെക്ട്രം ആൻഡ് അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്. സ്പെക്ട്രം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയറിങ് ഇടാൻ മറന്നത്. ഷെയറിങ് കാണാലോ? അപ്പം ഈ ഒരു രോഗം സൈക്യാട്രിക് ഡിസോർഡർ ഏറ്റവും വലിയൊരു മാനസിക രോഗമാണ്. സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മറ്റ് സ്പെക്ട്രമായിട്ട് കിടക്കുന്ന കുറച്ച് രോഗങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്നലെ പഠിച്ച അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്ത് പഠിച്ച ഒരു രോഗം കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഇന്നലെ ഞാൻ അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് ചെയ്യാനായിട്ടുള്ള കാരണം അത് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു രോഗം സ്വാഭാവികമായിട്ടും മാജിക്കൽ തിങ്കിങ് ഉള്ളത് കൊണ്ട് അവര് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സ്കിസോഫ്രീനിയ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്തും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിനകത്തും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റ് ഓർമ്മയിലുണ്ടാകണം. സ്കിസോഫ്രീനിയ ആൻഡ് അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത ഇത് എപ്പോഴും എന്താണ്, നോർമലായിട്ടുള്ള ഒരാളുടെ സംഭവങ്ങളെല്ലാം തലതിരിഞ്ഞു പോകുന്നതാണ് ഈ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി. നമുക്ക് എന്താണ് അപ് നോർമൽ. ഞാൻ അപ്പ് എന്നുള്ളത് UP എന്നുള്ള രീതിയിൽ ഞാൻ അർത്ഥമാക്കുന്നേ ഉള്ളൂ, അതല്ല യഥാർത്ഥത്തിലുള്ള സെൻസ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പം അവരുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് അബ്നോർമാലിറ്റി ഇൻ 1 or more of the following 5 domains. നമുക്ക് 5 ഡൊമൈൻസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ പറയപ്പെട്ട അല്ലെങ്കിൽ താഴോട്ട് ഞാൻ ആരോ ചിഹ്നത്തിൽ നരേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പറയപ്പെട്ട 5 ഡൊമൈൻസിനകത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് അബ്നോർമാലിറ്റി സംഭവിക്കുന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട സിംറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ രോഗങ്ങൾ അവർ പറയുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഒന്ന്, ഇവർക്ക് സ്വാഭാവികമായിട്ടും ഡെലൂഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഡെലൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഇല്ലൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവവും ഉണ്ട്, ഒരു കാര്യവുമുണ്ട്. അതുകൊണ്ട് ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങളെയും ഈ 3 വസ്തുതകളെയും നമ്മൾ പ്രത്യേകം ഒന്ന് വേർതിരിച്ചറിയണം. ഡെലൂഷൻസ് എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ള ബിലീഫാണ്, തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ. ഹലൂസിനേഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പെർസെപ്ഷനാണ്. ഇവിടെ ഒരിക്കലും ആ വ്യക്തി ആ ഒരു സംഭവം കാണുമ്പോൾ ഒരു സ്റ്റുമിലി ഉണ്ടാകണമെന്നില്ല. സ്റ്റുമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ട്രിഗർ ചെയ്യുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം, ഒരു റിയാലിറ്റി അവിടെ ഉണ്ടാകാതെ തന്നെ ഇവർക്ക് ഫോൾസ് ആയിട്ട് ഇവർ പെർസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിനകത്ത് നമ്മൾ മറ്റൊരെണ്ണം മനസ്സിലാക്കേണ്ടത് ഇല്ലൂഷൻ. ചില ആൾക്കാർക്ക് എന്താണ് ഇല്ലൂഷൻസ് സംഭവിക്കും. അത് നമ്മൾ MSc ഒരു ചൂട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇല്ലൂഷൻ ആണോ ഹലൂസിനേഷൻ ആണോ എന്ന് തിരിച്ചറിയണം. ഇല്ലൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരിക്കെ അവർ ഫോൾസ് ആയിട്ട് പെർസീവ് ചെയ്യുന്നതാ. പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു വള്ളി കയർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ആ കയറ് കണ്ടിട്ട് ഞാൻ പറയുകയാണത് അയ്യോ ഒരു പാമ്പ് കിടക്കുന്നു, ഒരു പാമ്പ് തൂങ്ങി പറയുന്നതിനെയാണ് നമ്മൾ എന്താണ് ഇല്ലൂഷൻ എന്ന് പറഞ്ഞാൽ. ആ കയറെന്ന് പറയുന്ന വസ്തുത അവിടെയുണ്ട്, ഒരു വസ്തുവുണ്ട്, ഒരു റിയാലിറ്റി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റുമിലി അവിടെയുണ്ട്. ഉണ്ടായിരിക്കെ ആ സംഭവത്തെ ഞാൻ തെറ്റിദ്ധരിച്ച് കാണുന്നതിനെയാണ് ഇല്ലൂഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ആ വസ്തുത അവിടെ ഉണ്ടാകത്തില്ല. പക്ഷെ രോഗമുള്ള ആള് സ്വാഭാവികമായിട്ടും അവിടുത്തെ ആരൊക്കെയോ നിൽക്കുന്നു, ആരൊക്കെയോ എന്നെ വിളിക്കുന്നു, ദേഹത്തോട് എന്തൊക്കെയോ ഓടുന്നു,
അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. സമൂഹം പിടികിട്ടിയോ 2 കാര്യങ്ങൾ? ഇനി മൂന്നാമത്തെ ഡൊമൈൻ. അപ്പൊ ഞാൻ ഹലൂസിനേഷനും ഡെലൂഷനും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഇല്യൂഷൻ നോർമൽ പേഴ്സൺസിനൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് നമുക്ക് അത് ഇതിന്റെ ഗണത്തിൽ വരുന്നതല്ല. എന്നാൽ ചില MSc ഒക്കെ എടുക്കും. ഇല്യൂഷൻ ആണോ ഹലൂസിനേഷൻ ആണോ നമ്മൾ തിരിച്ചറിയണം. ഓക്കെ. ഇനി മൂന്നാമത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡിസ്ഓർഗനൈസ്ഡ് സ്പീച്ച് ആണ്. അവർക്ക് കൃത്യമായിട്ട് ഇങ്ങനെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഈ രോഗം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഈ സ്കിസോഫ്രീനിയ രോഗത്തിലേക്ക് ആയപ്പോഴത്തേക്ക് അവര് ഓറിയന്റേഷൻ അങ്ങ് മാറിപ്പോയി. ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ട് മാറുന്നു. നാലാമത്തത് ഗ്രോസ്ലി ഡിസ്ഓർഗനൈസ്ഡ് ഓർ അബ്നോർമൽ മോട്ടർ ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഈ മോട്ടർ ബിഹേവിയർ ശരീരം ഭയങ്കരമായിട്ട് ഇവര് അനക്കുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ്സിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഗ്രോസ്ലി ഡിസ്ഓർഗനൈസ്ഡ് ഓർ അബ്നോർമൽ മോട്ടർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതിന് ആദ്യകാലങ്ങളിലെ കറ്ററ്റോണിയ എന്ന് പറഞ്ഞുകൊണ്ട് DSM-4 ഒരു രോഗമുണ്ടാണ്, കറ്ററ്റോണിക് ഡിസോർഡർ എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ കറ്ററ്റോണിയ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ഒരു രോഗമല്ല, ആ രോഗത്തെ സ്പെസിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെസിഫയർ ആണ്. അപ്പം അത് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ. അടുത്തതാണ് 5ാമത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് നെഗറ്റീവ് സിംറ്റംസ് സംഭവിക്കുന്നു. നെഗറ്റീവ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോഴ് ചെയ്യാതാകുന്നു. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അത് നമുക്ക് എലാബറേറ്റ് ആയിട്ട് ഓരോന്നും ഞാൻ പറയുന്നതായിരിക്കും. ഇത്രയും വ്യക്തമാണോ ഈ 5 ഡൊമൈൻസും? വെരി ഗുഡ്. ഇനി ഒന്നാമത് ഒരു സംഭവം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഈ മാനസിക രോഗങ്ങൾക്കൊന്നിനും സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് ടെസ്റ്റ് ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകൾ അവൈലബിൾ അല്ല. ഒരാൾക്ക് മാനസിക രോഗമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ടെസ്റ്റുകൾ നടത്തി ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ദ സൈക്യാട്രിസ്റ്റ് യൂഷ്വലി കം ടു ഡയഗ്നോസ് ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ സിംറ്റം. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടുള്ളവരൊക്കെ അറിയാം, അതിനകത്ത് പറയപ്പെട്ടുന്ന ക്ലിനിക്കൽ സിംറ്റംസ് നോക്കിയിട്ടാണ് ആൾക്ക് ഏത് രോഗമാണെന്ന് നിർണ്ണയിക്കുന്നത്. പക്ഷെ നമുക്കൊരു ഫിസിയോളജിക്കൽ അസുഖങ്ങളോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ മാനസിക രോഗങ്ങളിൽ ഒരിക്കലും ടെസ്റ്റുകൾ നമുക്കില്ല. ക്ലിയർ ആയോ? അവർ പറയുന്ന സിംറ്റം, ബൈസ്റ്റാൻഡർ പറയുന്ന കാര്യങ്ങൾ, അവർ കാണിക്കുന്ന ആ പ്രത്യേകതകൾ, അവരുടെ ഫീലിംഗ്, ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് രോഗമാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. Some of the physical tests can rule out other conditions like seizure, metabolic disorder, thyroid function, brain tumor. ചില വ്യക്തികൾക്ക് ഈ പറയാൻ പോകുന്ന ഇനി നമ്മൾ മാനസിക രോഗം, ഈ സ്കിസോഫ്രീനിയെ കാണുന്ന രോഗങ്ങള് ചിലപ്പോഴൊക്കെ ഈ തൈറോയിഡ് പ്രശ്നം ഉണ്ടെങ്കിൽ അതേ സിംറ്റംസ് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബ്രെയിൻ ട്യൂമർ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്ന സിംറ്റംസ് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സീഷർ സംഭവിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇതേ പ്രശ്നം കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. മെറ്റാബോളിക്കിനകത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള രോഗികളെ കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഒന്ന് തൈറോയിഡ് ചെക്ക് ചെയ്യണേ, അല്ലെങ്കിൽ ഒന്ന് ബ്രെയിൻ സ്കാൻ എടുത്ത് നോക്കണേ. അതിന്റെ അർത്ഥം ആ രോഗമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയല്ല, മറിച്ച് അതായത് മാനസിക രോഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയല്ല, മറിച്ച് എന്താണ് ഈ അവർക്ക് സീഷറോ ബ്രെയിൻ ട്യൂമറോ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുണ്ടായത്. അപ്പം അതിനെ റൂൾ ഔട്ട് ചെയ്യാനായിട്ട്, അതല്ല ആൾക്ക് മാനസിക രോഗമാണെന്ന് കൃത്യമായിട്ടും പറയാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്. ഐഡിയ ക്ലിയർ ആണോ? ഒന്നുകൂടി പറയൂ. അടുത്തത് those who are with schizophrenia. പറയാൻ പറഞ്ഞു അവര് അവർക്ക് റേഞ്ച് കിട്ടുന്നില്ല. ഗസ്റ്റ് ഉണ്ട്, എന്റെ പ്രശ്ന. ഒന്നുകൂടി പറയാം. ബ്രെയിൻ ട്യൂമർ കേട്ട്. ബ്രെയിൻ ട്യൂമർ ഉണ്ടോ? ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള വ്യക്തികൾക്ക് ഈ സ്കിസോഫ്രീനിയ ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിന്റെ സിംറ്റംസ് കാണിക്കാം. അപ്പം അതിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റുകൾ നടത്താനായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ മാം? ഓക്കെ സാർ. അടുത്തത്
Those who are with schizophrenia usually experience combination of positive symptom, hallucination, delusion, racing thought, and negative symptom, and also they will be having cognitive symptom. ഇപ്പൊ 3 രീതിയിൽ പോസിറ്റീവ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഹാലൂസിനേഷനും ഡെലൂഷനുമാണ്. നെഗറ്റീവ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും നാളും കുളിക്കുമായിരുന്നു, വിശപ്പുണ്ടായിരുന്നു, ഇമോഷൻസും ഒക്കെ ആയിരുന്നു, ഇപ്പോൾ അവർക്ക് സോഷ്യൽ ഫങ്ഷൻ ചെയ്യുമായിരുന്നു, ഇപ്പോഴവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ചിന്തയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അവരുടെ കോൺസെൻട്രേഷനകത്ത് പ്രയാസം ഉണ്ടാകുന്നു, അവർക്ക് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവർക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം ഈ 3 ലെവലിലും അവർക്ക് പ്രയാസം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മറ്റൊരു ടേമിൽ പറയുന്നത് ഇങ്ങനെയാണ്: പോസിറ്റീവ് സിംറ്റംസും കാണും, നെഗറ്റീവ് സിംറ്റംസും കാണും, അതോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് സിംറ്റംസും കാണും. ക്ലിയർ ആണോ? പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ. എന്താണ് പോസിറ്റീവ് സിംറ്റം? പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ തിങ്സ് ദാറ്റ് മേ സ്റ്റാർട്ട് ടു മാനിഫെസ്റ്റ് ഓർ ഹാപ്പൻ. ഇത്രയും കാലം ഈ മാനസിക പ്രയാസം, ഈ ഡെലൂഷൻ, എന്താണ്, അവർക്ക് സ്കിസോഫ്രീനിയ തുടങ്ങുന്നതിന് മുമ്പ് അവന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇല്ലാതിരുന്ന സംഭവം ഓൾ ഓഫ് എ സഡൻ ഉണ്ടായി. ആ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത്. തിങ്സ് ദാറ്റ് മേ സ്റ്റാർട്ട് ടു മാനിഫെസ്റ്റ് ഓർ ഹാപ്പൻ. ഇത്രയും കാലം ഇല്ലായിരുന്ന ആൾക്ക് ഡെലൂഷനോ ഹലൂസിനേഷനോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് സിംറ്റം എന്ന് പറഞ്ഞാൽ. അത് നല്ലൊരു കാര്യം ആകുന്നത് കൊണ്ടല്ല പോസിറ്റീവ് എന്ന് പറയുന്നത്, മറിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഇല്ലായിരുന്നു, പക്ഷേ ആ രോഗം തുടങ്ങിയപ്പോൾ അതുണ്ടായി തുടങ്ങി. അതുകൊണ്ടാണ് അതിന് പോസിറ്റീവ് സിംറ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Yes, Father. Okay. Because they are added to the normal behavior, the changes in the patients are added to the normal behavior. ഇനി പോസിറ്റീവ് സിംറ്റത്തിനകത്ത് ഒന്നാമത്തതാണ് ഡെലൂഷൻ. പോസിറ്റീവ് സിംറ്റം എന്ന് പറഞ്ഞാൽ ഹലൂസിനേഷനും ഡെലൂഷനും ആണെന്ന് പറഞ്ഞു. അതിനകത്ത് എന്താണ് ഡെലൂഷൻ? ഡെലൂഷൻസ് ആർ ബിലീഫ് ദാറ്റ് സീം സ്ട്രേഞ്ച് ക്യാൻ പ്രൂവ് ദാറ്റ് ദേ ആർ റോങ്. നമുക്ക് എന്താണ്, അവന്റെ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കാം, പക്ഷേ ആൾക്ക് അത് മനസ്സിലാകത്തില്ല. അവരതിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇന്നലെ പാരനോയിഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? ഇതുപോലെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ഡെലൂഷൻസ്. ഭാര്യ രാവിലെ ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ട് കൊടുത്ത് ആ ചായക്കകത്ത് അവൾ എന്നെ കൊല്ലാൻ വേണ്ടി വിഷമിട്ട് തന്നിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ഇല്ല ചേട്ടാ, അതിനകത്ത് പഞ്ചസാരയും പാലും ഇതുമൊക്കെ ഉള്ളെന്ന് എത്ര പറഞ്ഞാലും ആള് പറയില്ല, നീ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ അവർ ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയാം. അപ്പം അതോടൊപ്പം തന്നെ ഇവർക്ക് പല രീതിയിലുള്ള ഡെലൂഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫിക്സ്ഡ് ബിലീഫ് ദാറ്റ് ആർ നോട്ട് അമേബിൾ ടു ചേഞ്ച് ഇൻ ദ ലൈറ്റ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് എവിഡൻസ്. നമ്മൾ എന്തെല്ലാം എവിഡൻസ് കൊടുത്താലും അവർക്ക് എന്താണ്, അയ്യോ നിങ്ങൾ ആരോ എന്തോ അതിനകത്ത് ചെയ്തേട്ടാ, അതാ സ്ലൈഡ് പോയത്. ഹലോ, കേൾക്കാമോ? കാണുന്നുണ്ടല്ലോ ഡെലൂഷൻസ്. കാണുന്നുണ്ട്. പ്രോസിക്യൂട്ടറി, റഫറൻഷ്യൽ, ഗ്രാൻഡിയോസ്. അപ്പൊ എനിക്ക് ഇവിടെ മൊബൈലിനകത്ത് പോയി എന്തോ പ്രശ്നം. ഞങ്ങൾക്ക് കാണുന്നില്ല. ഡെലൂഷൻസ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഇഷ്ടംപോലെ ഡെലൂഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ രോഗികളിൽ. അത് ഒരു പോസിറ്റീവ്. ഒന്നാമത്തെ ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്നാണ് പറയുന്നത്. ബിലീഫ് ദാറ്റ് വൺ ഈസ് ഗോയിങ് ടു ബി ഹാംഡ്. മറ്റുള്ളവര് എന്നെ ദ്രോഹിക്കും, മറ്റുള്ളവർ എന്നെ ഹരാസ് ചെയ്യും, ഇങ്ങനെയുള്ള ചിന്തകൾ ഇവരിൽ ഉണ്ടായി മാറുന്നതിനെയാണ് നമ്മൾ പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരെന്നെ ദ്രോഹിക്കും, എന്നെ ചതിക്കും, വഞ്ചിക്കും, അവൻ എൻ്റെ എന്താണ് ഇത് ചെയ്തിട്ടേ അവൻ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള പെർസിക്യൂട്ടർ ചെയ്യും എന്നുള്ള ചിന്തകൾ ചില രോഗികളിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് റഫറൻഷ്യൽ എന്ന് പറയും. ദേ അവിടെ നോക്കേ, അവൻ നിന്ന് അവിടെ സംസാരിക്കുന്നത് നിന്നെ നോക്കി തന്നെയാണ് കേട്ടോ, എന്നെ നോക്കിയാണ് അവൻ പറയുന്നത്. ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ള എൻ്റെ ഒരു സുഹൃത്തും ഒരു അച്ഛനും ഉണ്ട്. പുള്ളിയുടെ പ്രശ്നം ഇതാണ്, നമ്മൾ 2-3 പേര് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, പുള്ളി ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്നത്, മാറി നിന്ന് ഒരു ഇച്ചിരി സംസാരിക്കുക എന്തെങ്കിലും ചെയ്താൽ പുള്ളിക്ക് ഭയങ്കര സംശയമാണ്. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പുള്ളിക്ക് പിന്നെ പോയി ഒരു 10 തവണ നമ്മൾ പറയണം. അപ്പം ചില ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ്.
referential delusion. Belief that certain justice comments ആരുടെയോ മൈക്ക് ഓൺ ആണ്. Justice, comments, environmental cues and so forth that directed at oneself are also common. ഈ രീതിയിലും ചില ആൾക്കാരിൽ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ഡെലൂഷൻസ് ആണ് ഗ്രാൻഡിയസ് ഡെലൂഷൻ എന്ന് പറയും, ഗ്രാൻഡ്യൂർ. അപ്പൊ ഈ ഗ്രാൻഡ്യൂർ ഡെലൂഷൻ ഇങ്ങനെയുള്ള വ്യക്തികൾ വിശ്വസിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ടുള്ള വെൽത്ത് ഉണ്ട്, ഞാനാണ് ഈ ലോകത്തെ ഭരിക്കുന്ന ആള്, ദൈവം ഇത്രയും കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയവനാണ്. ഇങ്ങനെ ചില ആൾക്കാരെ ഈ ഡെലൂഷനായിട്ട് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റൊരെണ്ണമാണ് ഇറട്ടോമാനിക് ഡെലൂഷൻ. ഇഷ്ടംപോലെ ഈ സംഭവം സ്ത്രീകളിലാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പം സ്ത്രീകളുടെ പ്രത്യേകത എന്താണ്? ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഈറോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ടേമിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. ഈറോസ്, ലവ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ലവിന് ഇഷ്ടം പോലെ ഗ്രീക്ക് ടേമുകളുണ്ട്. അഗാപ്പെ, ഫീലിയ, സ്റ്റോർജിയ, അതോടൊപ്പം തന്നെ ഈറോസ്. ഈറോട്ടിക് എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ടൊക്കെ ഉപയോഗിച്ചു വരുന്ന ഫ്രോയിഡിയൻ കോൺസെപ്റ്റുകളിലാണ്. ഈറോട്ടിക് ലവ് ഇന്നലെ നമ്മൾ ലൈഗുമാന്നൊക്കെ ഒരു കൗൺസിലിംഗ് കോഴ്സിന്റെ ക്ലാസ്സിനകത്ത് നമ്മൾ ഇത് ഇന്നലെ സംസാരിച്ചായിരുന്നു. ഈറോട്ടിക്, ഈറോസ് എന്ന് പറയുന്ന സെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രോയിഡിയൻ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകള് പൊതുവെ തന്നെക്കാളും ഒരിച്ചിരൂടെ ഉയർന്നു നിൽക്കുന്ന, സൊസൈറ്റിയിൽ തന്നെക്കാളും ഒക്കെ ഒരിച്ചിരൂടെ വലിയ ആളാണെന്ന് അവർ ചിന്തിക്കുന്ന. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി അവളുടെ സാറ്, ടീച്ചറിനെ പെട്ടെന്ന് മനസ്സിലേക്ക് എടുക്കും. ആ സാറ് എന്നെ എപ്പോഴും നോക്കാറുണ്ട്, എൻ്റെ അടുത്ത് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതെല്ലാം സൂചിപ്പിക്കുന്നത് സാറിന് എന്നോടുള്ള പ്രണയം കൊണ്ടാണ്. ഈ പ്രണയം നാട് മൊത്തം ഇവള് നടന്നങ്ങ് പറയും. അവള് ചിന്തിക്കുന്നത്, ആ സാർ എപ്പോഴും എന്നെ നോക്കാറുണ്ട്, എൻ്റെ മുഖത്തോട്ട് നോക്കിയാണ് സംസാരിക്കുന്നത്, എൻ്റെ അടുക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ട് സാറ് ഞാനും എത്ര വർഷമായെന്നറിയോ, ഭയങ്കര പ്രണയമാണ്, ഭയങ്കര സ്നേഹമാണ്. ഇനി ഇതെല്ലാം അറിഞ്ഞിട്ട് അവസാനം ഈ സാറ് വിളിച്ച് പറയുകയാണ്, ഇല്ല മോളെ, അങ്ങനൊന്നും പറഞ്ഞ് നടക്കരുത്, എന്നെ നാണം കെടുത്തരുത്, കാരണം ഞാൻ നിന്നെ ഒരു അനിയത്തിയായിട്ടാണ് കാണുന്നത്, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് കാണുന്നത്, എൻ്റെ ഒരു മോളായിട്ട് കാണുന്നത് എന്നെല്ലാം പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ആ സ്നേഹത്തിന്റെ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തോന്നുന്നതിനെയാണ് നമ്മൾ ഇറട്ടോമാനിക് എന്ന് പറയുന്നത്. ഈ ഡെലൂഷൻസ് ഇഷ്ടംപോലെ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. സംഭവം പിടികിട്ടിയോ? പല വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് കൊണ്ട് സാറേ കുടുംബം അടിണ്ടാക്കിയ കേസുകളുണ്ട്. മുതലാളിക്ക് എന്നെ ഇഷ്ടമുണ്ട്. ഇതാണിത്. അടുത്തതാണ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ. ഇൻവോൾവ് ദ കൺവിക്ഷൻ ദാറ്റ് എ മേജർ കറ്റാസ്ട്രോഫി വിൽ ഒക്കർ. ചില ആൾക്കാർ പറയും എന്താണ്, ദൈവം എന്തെങ്കിലും പറയുന്നത്, ഇന്ന് അവിടെ സുനാമി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് അവർ അത്രയും പേരും അവിടെ ഒരു ബോംബ് പൊട്ടു, ഇത്രയും ആൾക്കാർ മരിച്ചിരിക്കും. അതും അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലേക്ക് വരും സൊമാറ്റിക് ആയിട്ടുള്ള ഡെലൂഷൻസ്. എൻ്റെ വയറ്റിൽ എന്തൊക്കെയോ ഉണ്ട്, എൻ്റെ വയറ് നിറയെ എന്താണ് വിരകളാണ് കിടക്കുന്നത്, അത് ഭയങ്കരമായിട്ട് എന്നെ ട്രിഗർ ചെയ്യുകയാണ്. എനിക്ക് നല്ല പരിചയമുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. പരിചയമുള്ള ചേട്ടൻ എൻ്റെ കപ്പ്യാരായിരുന്നു. പുള്ളി പണ്ട് എന്നെ പേടിപ്പിക്കുമായിരുന്നു ഇത് പറഞ്ഞ്. ഞാൻ ആദ്യമായിട്ട് അച്ഛനായിട്ട് ചെല്ലുന്ന സമയത്ത് പുള്ളി മണിയൊക്കെ അടിച്ചിട്ട് പറയാം, അച്ഛാ ശ്രദ്ധിക്കണം കേട്ടാ, ഇവിടുത്തെ ന്യൂസ് എല്ലാം നമ്മുടെ അച്ഛൻ്റെ തലയിൽ കൂടിയൊക്കെ ഇങ്ങനെ ഒരു മിഷൻ കടത്തിയിട്ടുണ്ട്, അതിനകത്തൂടെ പുറത്ത് ലീക്ക് ആകുന്നുണ്ട്, അച്ഛൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിങ്ങനെ പറയാം. അപ്പം നമ്മുടെ സൊമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളിൽ അവരെ ഈ രീതിയിൽ എടുക്കുന്ന ഒരവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള തന്നെയാണ് നിഹിലിസ്റ്റിക് എന്ന് പറയാം. ഡെലൂഷൻസ് ആർ ഡീംഡ് ബിസാറെ ഇഫ് ദേ ആർ ക്ലിയർലി ഇംപ്രോവസബിൾ ആൻഡ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടു സെയിം കൾച്ചർ പിയേഴ്സ് ആൻഡ് ഡു നോട്ട് ഡ്രൈവ് ഫ്രം ദ ഓർഡിനറി ലൈഫ് എക്സ്പീരിയൻസ്. ചില സമയങ്ങളിലൊക്കെ ഇത് ബിസാറയായിട്ട് നമുക്ക് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നോൺ ബിസാറയായിട്ട് തോന്നാനായിട്ടും സാധ്യതയുണ്ട്. ബിസാറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബിലീഫ് ദാറ്റ് ഔട്ട്സൈഡ് ഫോഴ്സ് ഹാസ് റിമൂവ്ഡ് ഹിസ് ഇന്റേണൽ ഓർഗൻസ്. ചില ആൾക്കാർ പറയും, എൻ്റെ വയറ്റില് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ആരും അറിയാതെ ആരോ വന്ന് എടുത്തങ്ങ് മാറ്റി, പക്ഷെ തൈലോ കുത്തലോ ഒന്നുമില്ല, ഇതെല്ലാം എടുത്തു മാറ്റി, എൻ്റെ ഓർഗൻസ് എല്ലാം അവിടെ എടുത്തു മാറ്റിയൊക്കെയാണ്, എൻ്റെ വയറിനകത്ത് ഇപ്പോൾ ഒന്നുമില്ലെന്നേ ഇവർ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കും. സംഭവം പിടിയോ? ഇതാണ് ബിസാറെ ഡെലൂഷൻ. ഇനി ഇതോടൊപ്പം തന്നെ അതിനകത്ത് തോട്ട് വിഡ്രോവൽ എന്ന് പറയും. ചില സംഭവങ്ങൾ, അവരുടെ ചിന്തകൾ അവർക്ക് വിഡ്രോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ തോട്ടുകൾ ഇൻസേർട്ട് ചെയ്യുന്ന അവസ്ഥകളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നോൺ ബിസാറെ ഡെലൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്നെ എല്ലാവരും വാച്ച് ചെയ്യുകയാണ്, എന്നെ നോക്കാനായിട്ട് പോലീസുകാർ വരുന്നുണ്ട്,
എനിക്ക് എത്ര ശ്രമിച്ചാലും ഒരു പരാതിയും കാര്യങ്ങളും ഇല്ല, പക്ഷെ പോലീസുകാരനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേട്ടൻ്റെ ഉദാഹരണത്തിൽ അദ്ദേഹം പറയുന്ന അച്ഛനെ എപ്പോഴും എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ, അച്ഛൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇവിടുത്തെ ഇതെല്ലാം അച്ഛൻ്റെ തലയിൽ എന്തോ അവർ കണക്ട് ചെയ്തിട്ട് അതിനകത്തൂടെ എല്ലാം പിടിച്ചെടുക്കുകയാണ്, പറഞ്ഞാൽ വിശ്വസിപ്പിക്കും. ഇതാണ് നോൺ ബിസാറായി. ക്ലിയർ ആയ സംഭവം? വ്യക്തമാണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പം പോസിറ്റീവ് സിംറ്റംസിനകത്ത് ഒന്നാമത്തെ സിംറ്റം ഡെലൂഷൻ ആണ്. രണ്ടാമത്തെ സിംറ്റം ഹാലൂസിനേഷൻ എന്ന് പറയാം, ഫോൾസ് പെർസെപ്ഷൻ. ഇൻ ഹാലൂസിനേഷൻ വൺ ഹിയേഴ്സ്, സീസ്, സ്മെൽസ് ഓർ ഫീൽ തിങ്സ് നോ വൺ എൽസ് ഡസ്. ഞങ്ങള് പണ്ട് സെമിനാരിയില് തിരുവനന്തപുരത്ത് പഠിച്ച, ഈ ഇടയ്ക്കും കണ്ടായിരുന്നു, ഞാൻ ഒരിക്കൽ ഒരു 4-5 വർഷത്തിന് മുമ്പ് മെന്റൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ആ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ ഡിജിറ്റൽ അമ്മയെന്നാണ് വിളിക്കുന്നത്. ഡിജിറ്റൽ എന്നാണ് അമ്മച്ചിയെ വിളിക്കുന്നത്. ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്നാണ് അവർ മേരിഗിരി കുടപ്പനക്കുന്നിൽ ഒരു ആശ്രമമുണ്ട്, അവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ആ ഇടവക്കാരിയായിരുന്നു. അപ്പൊ അവിടെ പള്ളിയിൽ തന്നെ, പള്ളിയുടെ മുറ്റത്ത് കിടന്നൊക്കെയായിരുന്നു ഉറങ്ങുന്നത്. അപ്പൊ ആ ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും. നമ്മുടെ അടുത്തൊന്നും യാതൊരു ശല്യവും പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രി 8 മണിക്ക് നമ്മൾ സപ്പർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രദേഴ്സിന് ഈ റിക്രിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു 1/2 മണിക്കൂർ റിക്രിയേഷനാണ്. ഈ റിക്രിയേഷന് ഞങ്ങൾ സംസാരിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ അമ്മ താഴെ നിന്ന് ഒരേ സമയത്ത് തന്നെ 2 സംസാരം ഉണ്ടാക്കും. ഒന്ന് അവരുടെ ഒറിജിനൽ സൗണ്ട്, മറ്റൊന്ന് വേറെ ആരുടെയും ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ ഞങ്ങൾ അതിന്റെ പേരിൽ അമ്മയെ വിളിക്കുന്നത് ഡിജിറ്റൽ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്, ഡിജിറ്റൽ അമ്മ. അപ്പം അതോടൊപ്പം തന്നെ ഇവർ ചെവിക്കകത്ത് ഇങ്ങനെ കൈ ഇട്ടിട്ട് ആ കൈ ഒരു പ്രത്യേക രീതിയിൽ മാറ്റിയിട്ട് ഒരു ശബ്ദം, ദാ കിളി പറന്നുപോയി എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. അത് പകലാണ് കൂടുതലും ചെയ്യുന്നത്, ശബ്ദം ഉണ്ടാക്കുന്നത് രാത്രിയാണ്. അപ്പൊ ഇവര് മറ്റുള്ളവർ ആരൊക്കെയോ നിന്ന് സംസാരിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആരെയോ ശബ്ദം. ഈ അമ്മ 2 രീതിയിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവര് ആരുടെയോ സംസാരം കേൾക്കുന്നു, അത് കേൾക്കുന്ന കാര്യം അവർ പറയുന്നു, അതിനനുസരിച്ച് ആളുടെ സ്വരത്തില് വേറെ സംഭാഷണം നടത്തുന്നു. അപ്പം ഈ ഹലൂസിനേഷനകത്ത് അവരില്ലാത്ത കാര്യങ്ങൾ കാണും. അവരെ സംബന്ധിച്ചത് യാഥാർത്ഥ്യമാണ്, അവിടെ ഉണ്ട്. നമ്മൾക്കാണ് അതില്ലാത്തത്. അവരത് കാണുന്നുണ്ട്, അവരത് കേൾക്കുന്നുണ്ട്, അവര് സ്മെല്ല് ചെയ്യുന്നുണ്ട്, അവരത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫൻ ടൈംസ് നോ ഹിയേഴ്സ് വോയിസ് ഇൻ ഹിസ് ഹെഡ്. അപ്പം these might tell him what to do, warn him to danger. അപ്പം ഈ ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതായിരിക്കും അവരെ ലീഡ് ചെയ്യുന്നത്, അവരെ കുറിച്ച് പറയുന്നത്, അത് ഹാം ചെയ്യും. ഈ ഒരു അവസ്ഥയിലൂടെ അവർ മുന്നോട്ട് പോകുന്നതായി. ഈവൻ ദീസ് വോയിസ് മൈറ്റ് ടോക്ക് ടു വൺ അനദർ. നമ്മൾ പറഞ്ഞു ഇവർ സംസാരിക്കുന്നത് കേൾക്കാം. ഹലൂസിനേഷൻ ആർ പ്രീഓക്കുപ്പേഷൻ ലൈക്ക് എക്സ്പീരിയൻസ്, പെർസെപ്ഷൻ ലൈക്ക് എക്സ്പീരിയൻസ് ദാറ്റ് ഒക്കർ വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇല്യൂഷനകത്ത് എപ്പോഴും ഒരു സ്റ്റിമുലി ഉണ്ട്. ഹലൂസിനേഷനകത്ത് ഒരു സ്റ്റിമുലി ഇല്ലാതെ അവർക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലി ഒന്നുമില്ല, പക്ഷെ അവർക്കത് ഉണ്ട്. ആ രീതിയിൽ തോന്നുന്നതിനെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയാം. ദേ ആർ വിവിഡ്. ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പക്ക ക്ലിയർ ആയിട്ട് അവർ ആ ശബ്ദം കേൾക്കുന്നുണ്ട്, വളരെ പക്ക ഇതായിട്ട് അവരത് കാണുന്നുണ്ട്. ഇതായിരിക്കും നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ കാണുന്ന ആ രീതിയിൽ അത് കാണും. ഉദാഹരണത്തിന് ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ആ അമ്മയ്ക്ക് പ്രായമായതിൻ്റെ നല്ല സോക്കി ആയിട്ട് മക്കളുമായിട്ടൊക്കെ ഇച്ചിരി വഴക്കം അങ്ങനെയൊക്കെ ആ മരുമകളാണ് എൻ്റെ ഈ കൊണ്ടുവന്നത്. വയനാട്ടിൽ ഞാൻ വന്ന് ഇരുന്ന് സംസാരിക്കുക. അവസാനം ഞാൻ ഇരുന്ന് സംസാരിച്ച് നോർമലായിട്ടൊക്കെ സംസാരിക്കും, പക്ഷെ ആൾക്ക് ഈ ഹലൂസിനേഷൻ, പെർസെപ്ഷൻ ഹലൂസിനേഷൻ. ഇപ്പം ആളുമായിട്ട് സംസാരിച്ചിരുന്ന് ഞാൻ അവസാനം പള്ളിയിൽ കൊണ്ടുപോയി. പള്ളിയിൽ നമുക്കൊരു രൂപമുണ്ട്, ഒരു മാതാവ് എന്ന് പറയുന്ന ഒരു രൂപത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവർ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെയും വിളിച്ച് അച്ഛാ ഇവിടെ എൻ്റെ ഇരുന്ന് സംസാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പറയുന്നത് മാതാവിന്റെ കണ്ണിൽ നിന്ന് ചോര വരുന്നു. അച്ഛാ മാതാവ് സംസാരിക്കുന്ന അച്ഛൻ കേൾക്കുന്നില്ലേ? എൻ്റെ ഇതൊക്കെയും പറയുകയാണ്. ഇതാണ് അത് സംഭാഷണങ്ങൾ അവരെ കേൾക്കുന്നുണ്ട്, അവരതിനനുസരിച്ച് നമ്മളുടെ എന്നിട്ട് അതിന് എക്സ്പ്ലനേഷൻ തരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ വ്യക്തി വളരെ വിവിഡായിട്ട്, വളരെ പക്ക ക്ലിയർ ആയിട്ട് അവരത് കേൾക്കും, അത് കാണും, അത് അനുഭവിക്കും, അത് സ്മെല്ല് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഹലൂസിനേഷൻസ് ഉണ്ടാകുന്നത്. ഇതിന് നമ്മൾ പോസിറ്റീവ് സിംറ്റം എന്ന് പറയുന്നത്. ദേ മേ ഒക്കർ ഇൻ സെൻസറി മൊഡാലിറ്റി. ഏതൊരു സെൻസിനകത്തും അത് വർക്കൗട്ട് ചെയ്ത് അത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ പ്രത്യേകതയായിട്ട് ഈ സ്വാഭാവികമായിട്ടും ഈ സ്കിസോഫ്രീനിയ രോഗങ്ങളിൽ ഓഡിറ്ററി ഹലൂസിനേഷൻസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. വളരെ
പ്രിവലന്റ് ആയിട്ടും വളരെ കോമൺ ആയിട്ടും കാണുന്നത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഡിറ്ററി ഹലൂസിനേഷൻ ആണ്. ഓഡിറ്ററി ഹലൂസിനേഷൻസ് ആർ യൂഷ്വലി എക്സ്പീരിയൻസ് ആസ് വോയിസ്. അവർ ശബ്ദമായിട്ടും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദം അല്ലെങ്കിൽ ഒട്ടും ഫെമിലിയർ അല്ലാത്ത രീതിയിലുള്ള ശബ്ദങ്ങൾ. നിങ്ങൾ വഴികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇങ്ങനെ സുഖമില്ലാത്തവരുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഇന്നലെയും മെനയാന്നുമായിട്ടൊക്കെ ഒരു 2-3 പേരെ കണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടുപോകും. അപ്പൊ അവര് ആ രീതിയിൽ സംസാരിക്കുന്നത് അൺഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അതിന് ആൻസർ ചെയ്തുകൊണ്ട്, അൺഫെമിലിയർ ആണെങ്കിൽ അവരെന്താണ് ഒരു ഇച്ചിരി ഇറിറ്റേറ്റഡ് രീതിയിലുള്ള സംസാരങ്ങളിലേക്ക് പോകും. അപ്പം ഈ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സൈക്കോളജി പറയുക, ഈ ഒരു അനുഭവം നമ്മൾ കിടക്കുന്ന സമയത്തും ഉറക്കം വന്നിട്ട് ഉറക്കത്തിലേക്ക് സെൻസറി പ്രത്യേകത ഉറക്കത്തിലേക്ക് പോകുന്ന അനുഭവങ്ങളിലും ചില ആൾക്കാർക്കുണ്ടാകാം. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേക്കുന്ന സമയത്തും ഉണ്ടാകാം. അതൊരിക്കലും ഹലൂസിനേഷൻ ആയിട്ട് ആകരുത്. ഹലൂസിനേഷൻ അല്ലത്. അത് നമ്മുടെ സെൻസോറിയത്തിനകത്ത് സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. അതിനെ പറയുന്ന 2 പേര് ഹിപ്നോഗോഗിക് ആൻഡ് ഹിപ്നോപോംബിക് എന്നാണ് പറയുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും നമുക്ക് ഇത് സംഭവിച്ചേക്കാം. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ കേട്ടേക്കാം, മണമടിച്ചേക്കാം, ദേഹത്തോട് എന്തെങ്കിലും എഴുതുന്നതായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്നതായിട്ട് തോന്നാം. അതൊരിക്കലും ഇതാണെന്ന് പറയാൻ പാടില്ല. അത് ചില ആൾക്കാരിൽ അതങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ hallucination may be a normal part of religious experience in certain cultural contexts. ചില സമയങ്ങളിൽ ചില കൾച്ചറൽ ഫാക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത് ഒരു കോമൺ സെൻസ് രീതിയിൽ നമുക്കിത് കേൾക്കാം, ഇങ്ങനെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീഫ്, ഭയങ്കരമായിട്ടുള്ള വിഷാദത്തിൽ സങ്കടത്തിലിരിക്കുമ്പോൾ ഒരാളുടെ മരണപ്പെട്ടു, ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രീഫിലൊക്കെ ഇരിക്കുന്ന സമയത്തും ഇത് ചില ആൾക്കാരിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെല്ലാം നോർമലാണ്. അപ്പം ഹലൂസിനേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഗ്രീഫ് അടിക്കുന്ന സമയത്തും ചില ആൾക്കാരിൽ ഉണ്ടാകാം. ഇറ്റ് ഹാസ് ടു ബി കൺസിഡർഡ് ആസ് എ നോർമൽ പാർട്ട്. ഞാനിത് പുസ്തകത്തിൽ നമ്മുടെ DSM പുസ്തകത്തിലുള്ളതല്ല, ഞാൻ കുറച്ചുകൂടെ എലാബറേറ്റഡ് അത് ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി 3ാമത്തെ പോസിറ്റീവ് സിംറ്റം എന്ന് പറയുന്നത് ഡിസ്ഓർഗനൈസ്ഡ് തിങ്കിങ് ആണെന്ന് പറയുന്നത്. ചിന്തയിൽ അവർക്ക് പ്രയാസം ഉണ്ടാകുന്നത്. തോട്ട് ഡിസോർഡർ, അൺയൂഷ്വൽ ഓർ ഡിസ്ഫങ്ഷണൽ ഓഫ് തിങ്കിങ് സ്പീച്ച്. അവർക്ക് സംഭാഷണത്തിനകത്തും സ്പീച്ചിനകത്തും ഒക്കെ പ്രയാസം ഉണ്ടാകുന്നു. ദ ഇൻഡിവിജ്വൽ മേ സ്വിച്ച് വൺ ടോപ്പിക് ടു അനദർ. അപ്പം ചില ആൾക്കാർ ഈ ഡെലൂഷൻ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗത്തിലുള്ള ആൾക്കാർ ഒരു സബ്ജക്റ്റ് തുടങ്ങിയിട്ട് ഒരു ടോപ്പിക് ആയിരിക്കും ആരംഭിക്കുന്നത്, പക്ഷെ വേറൊരു ടോപ്പിക് കൊണ്ടായിരിക്കും അവസാനിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കായിരിക്കത്തില്ല അവർ ഉത്തരം തരുന്നത്. ഇങ്ങനെ ഡിസ്ഓർഗനൈസ്ഡ്, ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ചിന്തകളും സംഭാഷണങ്ങളും തിങ്കിങ് പാറ്റേണും എല്ലാം അവരിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനെ ഇത്രയും ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് സിംപ്റ്റം. അതോടൊപ്പം തന്നെ ഗ്രോസ്ലി ഡിസ്ഓർഗനൈസ്ഡ് അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ. അതിന് നമ്മൾ പൊതുവേ നേരത്തെ പറഞ്ഞിരുന്ന പേര് കാറ്ററ്റോണിക് എന്നാണ്. ഇൻക്ലൂഡിങ് കാറ്ററ്റോണിക് എന്ന് നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വാക്സി മൂവ്മെന്റ്, എക്കോലാലിയ, എക്കോഫ്രാക്സിയ എന്നൊക്കെയാണ് ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. എക്കോഫ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൂവ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഞാനിപ്പോ എന്താണ് എന്റെ കൈ പ്രത്യേക രീതി ഇങ്ങനെ അനക്കി, ഇത് ഈ രോഗി കണ്ടിട്ട് അതേ രീതിയിൽ അനക്കിക്കൊണ്ടുവരിക. അതിന് നമ്മൾ എക്കോഫ്രാക്സിയ എന്ന് പറയുന്നത്. ഞാൻ എന്താണ് ഇപ്പൊ ചോദിച്ച് സോണിയയുടെ പേരെന്താണ്? രോഗിയാണത് കേൾക്കുന്നെങ്കിൽ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, സോണിയയുടെ പേരെന്താണ്? സോണിയയുടെ പേരെന്താണ്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എക്കോലാലിയ എന്ന് പറയുന്നത്. ചില രോഗികളിൽ അത് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്ക് ഈ കാറ്ററ്റോണിക് ബിഹേവിയറിനകത്ത്. വാക്സി മൂവ്മെന്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ വാക്സി മൂവ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുത്തുന്നിടത്ത് അതുപോലെ ചിലപ്പോൾ ഇരുന്നേക്കും, ആഴ്ചകളോളം ഇരുന്നേക്കും. അല്ലെങ്കിൽ മൂവ്മെന്റ് അവർക്ക് പ്രയാസമാണെങ്കിൽ ആ മൂവ്മെന്റിനകത്ത് ആ രീതിയിൽ പോകുന്നതെല്ലാം ഈ ഗ്രോസ്ലി ഡിസ്ഓർഗനൈസ്ഡ് അബ്നോർമൽ മോട്ടോർ ബിഹേവിയറിന്റെ ഒരു പാർട്ടാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, കാറ്ററ്റോണി എന്താണെന്ന് ഞാൻ പറഞ്ഞു മതി. ഇനി നെഗറ്റീവ് സിംപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്, ഇനി മുതൽ അവർ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനകത്ത് നെഗറ്റീവ് സിംപ്റ്റം, തിങ്സ് ദാറ്റ് സ്റ്റോപ്പ് ഹാപ്പനിങ്. ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ
ഇനി മുതൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. കുളിക്കുമായിരുന്നു, പല്ല് തേക്കുമായിരുന്നു, കരച്ചിൽ വരുമ്പം കരയുമായിരുന്നു, വിശപ്പ് വരുമ്പോൾ ആഹാരം കഴിക്കുമായിരുന്നു, സങ്കടം വരുമ്പം വിഷമം കാണിക്കുമായിരുന്നു. അവർക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. ആൾക്ക് രോഗം തുടങ്ങുന്നതിന് മുമ്പ്, രോഗിയായതിനു ശേഷം ഇനി അതൊന്നും ചെയ്യത്തില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് സിംറ്റം. ഇത്രയും വ്യക്തമാണോ? Negative symptom. The patient loses interest in something or not able to do them anymore. ഇനി അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ അത്രയും മതിയാവും. ഓക്കെ. In schizophrenia, there are two prominent negative symptoms. രണ്ട് രീതിയിലുള്ള നെഗറ്റീവ് സിംറ്റംസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ഡിമിനിഷ്ഡ് ഇമോഷണൽ എക്സ്പ്രഷൻ. അവര് സന്തോഷം വരുമ്പോഴൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു, ദുഃഖം വരുമ്പോഴൊക്കെ ദുഃഖം ഉണ്ടായിരുന്നു. ഇനി മുതല് അവര് വളരെ ഇതിനകത്ത് ഇതൊന്നും കാണിക്കത്തില്ല. There are reduction in the expression of emotions in the face, eye contact, intonation of speech. അവർ സംഭാഷണങ്ങൾ നടത്തുന്നതിനകത്ത്, ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് ദ ഹാൻഡ്. അവർ ചെയ്തുകൊണ്ടിരുന്ന കൈയും കാര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനകത്ത്, ഹെഡിനകത്ത്, ഫേസിനകത്ത് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ആ ഡിമിനിഷ്ഡ് ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തതാണ് അവല്യൂഷൻ. There is a decrease in the motivated self-initiated purposeful activity. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ്, ഒരു പർപ്പസിന് വേണ്ടി അവര് ആക്ടിവിറ്റികളൊക്കെ നേരത്തെ ചെയ്തിരുന്നു, ഇപ്പോൾ മുതൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഈ ഒരു അവസ്ഥയിലൂടെ ചില ആൾക്കാർ കടന്നു പോകും. അതിനെയാണ് നമ്മൾ അവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും നെഗറ്റീവ് സിംറ്റമായിട്ട് നമ്മൾ കാണുന്നത്. അതർ നെഗറ്റീവ് സിംറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ടിനകത്തൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അഡനോണിയ, അസോഷ്യാലിറ്റി, ആരുമായിട്ട് ഒരു ബന്ധമില്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളും വിഡ്രോൾ ചെയ്യുന്ന, സ്ട്രഗ്ലിംഗ് വിത്ത് ബേസിക് ഡെയിലി ലൈഫ്, അതോടൊപ്പം തന്നെ നോ ഫോളോ ത്രൂ, അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൂടെ ഒന്നും കടന്നു പോകാനായിട്ട് അവർക്ക് സാധിക്കാത്ത നെഗറ്റീവായിട്ടുള്ള സിംറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊഗ്നിറ്റീവ് സിംറ്റം എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. തിങ്കിങ് പ്രോബ്ലം വിൽ റെഫേഴ്സ് ടു ഹൗ വൺസ് ബ്രെയിൻ ലേൺസ്, സ്റ്റോർസ് ആൻഡ് യൂസസ് ഇൻഫർമേഷൻ. അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിനകത്തും ഒക്കെ അവർക്ക് പ്രയാസം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കൊഗ്നിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള പ്രയാസങ്ങളും ഇവരിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ രോഗങ്ങളിലേക്ക് കയറുകയാണ്. ഈ പറയപ്പെട്ട ഈ പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന രോഗങ്ങളെ നമ്മൾ നിർണ്ണയിക്കുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ. ഒന്നാമത്തെ രോഗത്തെ വിളിക്കുന്ന പേരാണ് ഡെലൂഷണൽ ഡിസോർഡർ. ഡെലൂഷണൽ ഡിസോർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സൈക്യാട്രിക് ഡിസോർഡർ ആണ്. ഒരു സ്കിസോഫ്രേനിയയിൽ വരുന്ന ഒരു രോഗമാണ്. സ്കിസോഫ്രേനിയ ആൻഡ് അതർ സൈക്കോ സ്പെക്ട്രം ഡിസോർഡറിന്റെ ഗണത്തിൽ വരുന്ന ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇത് ഇത്രയുമാണ്. ഒന്നാമത്തത്, the presence of one or more delusion with duration of 1 month or longer. ഒരു മാസമോ അതിനപ്പുറമോ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഒരു വ്യക്തിയിൽ സംശയത്തിന്റെ പ്രവണത, അത് ഏത് ഡെലൂഷനും ആകാം. നമ്മൾ ഇഷ്ടംപോലെ ഡെലൂഷൻസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ബിസാറെ ഡെലൂഷൻ പറഞ്ഞ്, അതോടെ നോൺ ബിസാറെ ഡെലൂഷൻ പറഞ്ഞ്, റെഫറൻഷ്യൽ ഡെലൂഷൻ പറഞ്ഞ്, എന്താണ് ഇറട്ടോമാനിക് ഡെലൂഷൻ പറഞ്ഞ്, ഏത് സംഭവം തന്നെയാണെങ്കിലും ഒരു മാസവും അതിനപ്പുറത്തേക്കും നീണ്ടു നിൽക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഇവർക്ക് ഡെലൂഷൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. ക്രൈറ്റീരിയ എ ഫോർ സ്കിസോഫ്രേനിയ ഹാസ് നെവർ ബീൻ മെറ്റ്. ഇനി എന്താണ് സ്കിസോഫ്രേനിയ എന്ന് പറയുമ്പോഴേ അത് നമുക്ക് മനസ്സിലാക്കുള്ളൂ. രണ്ടാമത്തെ ക്രൈറ്റീരിയ അവർ പറയുന്നത് ആ സ്കിസോഫ്രേനിയയുടെ ക്രൈറ്റീരിയ ഒരിക്കലും ഇതിനകത്ത് മീറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ സ്കിസോഫ്രേനിയയുടെ ഒരു സിംറ്റമായ ഡെലൂഷൻ ഉണ്ട്, ഹലൂസിനേഷൻ ഉണ്ടെങ്കിൽ, ഇഫ് പ്രസന്റ് ഹലൂസിനേഷൻ ഇഫ് പ്രസന്റ് ആർ നോട്ട് പ്രോമിനന്റ്, അത് വളരെ കൂടുതൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ അതുണ്ടാകാൻ പാടില്ല. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ,
ഈ രോഗിക്ക് പ്രധാനമായിട്ടും എപ്പോഴും ഡെലൂഷൻ ആയിരിക്കണം, ഭയങ്കരമായിട്ടുള്ള സംശയ രോഗമായിരിക്കണം, സംശയത്തിന്റെ അവസ്ഥയിലൂടെ ഇവരെ കടന്നു പോകണം. അപ്പം ഈ രീതിയിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡെലൂഷണൽ ഡിസോർഡർ. പ്ലസ് പറയപ്പെട്ട പോസിറ്റീവ് സിംറ്റത്തിനകത്ത് എന്താണ്, ഡെലൂഷൻ ഉണ്ടാകണം, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ഉണ്ടാകണം, അതോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് നെഗറ്റീവ് സിംറ്റമായ ഇമോഷണൽ ഇംബാലൻസുകൾ ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. കണക്ഷൻ പിടികിട്ടിയോ? ഇത് സ്കിസോഫ്രീനിയയുടെ ടൈപ്പ് ആണോ ഫാദറെ? സ്കിസോഫ്രീനിയയുടെ ഒന്നാമത്തെ രോഗമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സ്കിസോഫ്രീനിയയുടെ സിംറ്റംസ് ഇല്ല എന്ന് പറയുന്നത്? സ്കിസോഫ്രീനിയ ആണെങ്കിൽ സ്കിസോഫ്രീനിയ ആണെങ്കിലും ആ ഒരു ചാപ്റ്ററിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്താണ്, സ്കിസോഫ്രീനിയ ആൻഡ് അതർ സൈക്കോട്ടിക്, എന്താണ്, സ്കിസോഫ്രീനിയ സ്പെക്ട്രം ആൻഡ് അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് നമ്മൾ പറയും അവസാനം. അപ്പം അതിനകത്ത ഒരു രോഗം, ആ ഒരു ചാപ്റ്ററിലെ ഒരു രോഗമാണ് ഡെലൂഷണൽ ഡിസോർഡർ. സ്കിസോഫ്രീനിയ തന്നെയാണത്. ആ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല നെയിം ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കോമൺ ടേമാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. അതിന്റെ കീഴില് ഇഷ്ടംപോലെ കുറേയേറെ രോഗങ്ങളുണ്ട്. ഇനി സ്കിസോഫ്രീനിയ പ്രോപ്പർ ആയിട്ട് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗവും ഇതിനകത്തുണ്ട്. മിനിമം വ്യക്തമാണോ? ഐഡിയ വ്യക്തമാണോ? അതെ ഫാദർ. ഓക്കെ, താങ്ക് യു. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ. ഫാദർ, ഗുഡ് ഈവനിങ്. ഞാനൊരു സംശയം ചോദിക്കുന്നത്, ഞാനൊരു എനിക്കറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഒരു മിഡ് നൈറ്റ് ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി എണീക്കുക, എണീറ്റിട്ട് ജനലിൽ അവിടെ ആരോ എത്തി നോക്കുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ആര് പോയിട്ട് പറഞ്ഞ അവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ വിശ്വസിക്കില്ല. പുള്ളിക്കാരൻ ഭയന്ന് അകത്തിരിക്കുകയുള്ളൂ. എന്നിട്ട് ഇവരകത്ത് പുറത്തു പോയി അവിടെ നിന്ന് ലൈറ്റൊക്കെ അടിച്ച് നോക്കി ആരും ഇല്ല എന്ന് ബോധ്യപ്പെട്ടാലും ഹി വോണ്ട് ആക്സെപ്റ്റ്. പക്ഷെ അകത്ത് വന്ന് ഇവരുടെ കൂടെ അല്ലെങ്കിൽ അകത്തെ മുറിയിൽ പോയി കിടക്കുകയുള്ളൂ. ഇതൊരു ഷിസോഫ്രീനിയയുടെ ഒരു ഭാഗമാണോ? അത് ഡെലൂഷൻ ആണ്. ഡെലൂഷൻ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ, പക്ഷെ അത് കൃത്യമായിട്ട് അസസ് ചെയ്യണം. ഓരോന്നും അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളും ഏജും ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇത് തന്നെയാണോ എന്ന് പറയാൻ പറ്റൂ. നെക്സ്റ്റ് ഡേ മോർണിംഗ് പിറ്റേ ദിവസം രാവിലെ പിന്നെ ആ വ്യക്തിയെ അവിടുത്തെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിച്ചിട്ട് ഇവിടുന്ന് നമുക്കൊന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടാറുണ്ട്. പിന്നെയും ഒരു 2-3 മന്ത്സിന് ശേഷം വീണ്ടും ഇത് റിക്കർ ചെയ്യും, വീണ്ടും ആവർത്തിക്കും. സിംപ്റ്റം ഡെലൂഷൻ സിംപ്റ്റം. ഓക്കെ, താങ്ക് യു. മൂന്നാമത്തെ ക്രൈറ്റീരിയ, apart from the impact of delusions or its ramification, function is not markedly impaired and behavior is not obviously bizarre or odd. ഈ ഓഡ് തിങ്കിങ് നമ്മൾ പേഴ്സണാലിറ്റിയിലാണ് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ ഓഡ് പാറ്റേണോ അല്ലെങ്കിൽ ബിസാറെ രീതിയിലുള്ള അവസ്ഥകളോ അതോടൊപ്പം തന്നെ എന്താണ് ഇവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളോ ഒന്നും ഉണ്ടാകത്തില്ല. അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. അതിന്റെ അർത്ഥം സ്കിസോഫ്രീനിയ രോഗിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഫങ്ഷനിങ് കാര്യങ്ങളും എല്ലാം പ്രശ്നമാണ്. അവർക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനകത്ത് താല്പര്യം കാണത്തില്ല. പക്ഷെ ഇവർക്ക് അതൊന്നുമില്ല, അതൊക്കെ ഓക്കെയാണ്. ആൾക്ക് എന്താണ് ഡെലൂഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഇത് സ്കിസോഫ്രീനിയ ഗണത്തിൽ വരുന്ന ഒരു രോഗമാണ്. ഇനി അടുത്ത ക്രൈറ്റീരിയ പറയുന്ന ഡി ക്രൈറ്റീരിയ, if manic or major depressive episode have occurred, these have been brief related to the duration of the delusional disorder. ഇപ്പം ഒരു വ്യക്തിക്ക് മാനിക് എപ്പിസോഡ് എന്ന് പറയുന്നത് വേറൊരു രോഗത്തിലുള്ള ബൈപ്പോളാർ എന്ന് പറയുന്ന ഒരു രോഗത്തിൽ കാണുന്ന ഒരു സിംപ്റ്റം, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗത്തിൽ കാണുന്ന ഡിപ്രഷൻ, മേജർ ഡിപ്രഷൻ ആണെങ്കിലും അവർക്ക് ഇത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അല്ലാതാകണം, അതിന്റെ അടിസ്ഥാനത്തിലാകരുത്. മാനിക് എപ്പിസോഡോ അല്ലെങ്കിൽ എന്താണ് ഡിപ്രസീവ് എപ്പിസോഡോ ഉള്ള ആൾക്കും ഈ ഡെലൂഷൻ ഉണ്ടാകാം. അത് അല്ല എങ്കിൽ മാത്രമേ നമുക്ക് ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഐഡിയ ക്ലിയർ ആണോ?
ഓക്കെ, അതപ്പോ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? പ്രാക്ടീസ് ബൈ പ്രാക്ടീസ്. അങ്ങനെ പെട്ടെന്ന് പിടികിട്ടത്തില്ല. ഇതാണ് അസസ്മെന്റ്. പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം, ആളെ കാണണം, കേസുകൾ മനസ്സിലാക്കണം. എന്താ അപ്പൊ അത്രയും ടഫാണ് ആൾക്കാരുടെ നമ്മള്. അതുകൊണ്ടാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ പ്രാക്ടീഷണർമാർക്കേ കൃത്യമായിട്ട് ഇതിന്റെ അസസ്മെന്റുകൾ നടക്കാൻ പറ്റത്തുള്ളൂ. അവരെ പുറകിൽ നമ്മള് നടന്ന് അത് മനസ്സിലാക്കിയെടുക്കണം. ഫാദർ ഈ പോയിന്റ് ഒന്നും കൂടെ പറയുന്നേ. കാരണം ആ മാനിക് എപ്പിസോഡും മേജർ എപ്പിസോഡും നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. കാരണം അത് നമ്മൾ ഇനി എത്തത്തതേ ഉള്ളൂ. കുറെ ചാപ്റ്റർ കഴിയുമ്പോഴാണ് അത് പറയുന്നത്. ബൈപോളാർ എന്ന് പറയുന്ന ഒരു രോഗത്തിൽ കാണുന്ന സിംറ്റമാണ് മാനിക് എപ്പിസോഡ്. മേജർ ഡിപ്രഷൻ എന്ന് പറയുന്ന വേറൊരു രോഗമാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിൽ. അപ്പൊ ആ രണ്ട് സിംറ്റംസും ഉണ്ടെങ്കിൽ ഒക്കൂടാണെങ്കിൽ ദീസ് ഹാവ് ബീൻ ബ്രീഫ് റിലേറ്റഡ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡെലൂഷണൽ ഡിസോർഡർ. ആ ഒരു അവസ്ഥയിലും ഈ ഡെലൂഷണൽ ഡിസോർഡർ ഗണത്തിൽ ഉണ്ടാകാം. അപ്പൊ അതാകാൻ പാടില്ല. മൂന്നാമത്തെ അടുത്ത ക്രൈറ്റീരിയ പറയുന്നത് the disturbance is not attributable to the physiological levels of substance. ചില സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ വെള്ളമടിക്കുക, കഞ്ചാവ് ഉപയോഗിക്കുക, MDMA ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ എന്താണ് ചില ആൾക്കാർക്ക് ഈ ഡെലൂഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതും അങ്ങനെയും ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്ക് ഡെലൂഷൻ ഉണ്ടായത്. ഇപ്പം എന്താണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഡെലൂഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇതുണ്ടാകാം. വേറെ ഏതെങ്കിലും മെന്റൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ, ഡെലൂഷൻ ഡിസോർഡർ അല്ല, മറ്റ് ഏതെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബോഡി ഡിസ്മോറിക് ഡിസോർഡർ എന്ന് പറയുന്ന വേറൊരു രോഗമുണ്ട്. ആ രോഗം ഉള്ളവർക്കും ഇതുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, OCD എന്ന് പറയുന്ന ഒരു രോഗമുള്ളവർക്കും ഈ ഡെലൂഷൻ സിംറ്റം കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെല്ലാം റൂൾ ഔട്ട് ചെയ്യണം. അതെല്ലാം അതിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് നമ്മൾ ഇതിനകത്ത് സ്ഥാപിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ അത് ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പേര് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഡെലൂഷണൽ ഡിസോർഡറിനകത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ഡെലൂഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ ഡെലൂഷൻ മോർ ദാൻ 1 month ലോങ്ങർ ആയിരിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നെഗേറ്റ് ചെയ്യണം. സോ മച്ച് ഈസ് ക്ലിയർ. സാർ, ഈ ഡെലൂഷൻ പറയുമ്പോൾ ഈ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെന്നല്ല പറഞ്ഞത്. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഒരു ദിവസം വന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ വരുന്നത്. അപ്പൊ അത് നമ്മൾ ഈ ക്രൈറ്റീരിയ ഇതിലേക്ക് വരൂലല്ലോ. ഒരു മാസം കഴിഞ്ഞിട്ട് അത് വേറെ രോഗ. ബ്രീഫ് സൈക്കോട്ടിക് എന്ന് പറഞ്ഞ വേറെ ഒരു സംഭവം ഉണ്ട്. ഒരു ദിവസമൊക്കെ ഉണ്ടാകത്തുള്ളത്. അതല്ല ഇപ്പൊ നേരത്തെ അവർ പറഞ്ഞത്. അതാകാം. സിംറ്റം ഇതാണെന്നാ പറഞ്ഞത്. രോഗം ഇതല്ല. രോഗം നിർണ്ണയിക്കണം. സിംറ്റം സിംറ്റം ഈസ് സെയിം. പക്ഷേ അതിന്റെ ക്രൈറ്റീരിയകള് ഡിഫറെന്റ്. അടുത്തതിലേക്ക് പോട്ടെ. അടുത്ത പോയിന്റ് ഇത് തന്നെ. അടുത്തതാണ് രണ്ടാമത്തെ രോഗമാണ് ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ. ഒന്നാമത്തെ എന്തായിരുന്നു? ഡെലൂഷണൽ ഡിസോർഡർ. രണ്ടാമത്തെ ഡിസോർഡർ ബ്രീഫ് സൈക്കോട്ടിക്. ബ്രീഫ് വളരെ ഷോർട്ടാണ്. എനിക്ക് നല്ല പരിചയമുള്ള ഒരു ചേച്ചിയുടെ മോൻ +2 ഭയങ്കര ബ്രില്യൻ്റ്. അവൻ നന്നായിട്ട് പഠിച്ച് അതിനുശേഷം അവന് നല്ലൊരു കോളേജിൽ, ചങ്ങനാശ്ശേരി ഭാഗത്താണ്, ഏതോ വലിയൊരു കോളേജാണ്, ലക്ഷങ്ങൾ മുടക്കിയാണ് കൊണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യന് അവൻ ഇട്ടിരുന്ന ഉടുപ്പും ഇതുമൊക്കെ ഊരിക്കളഞ്ഞിട്ട് ആ കോളേജ് മൊത്തം കിടന്ന് ഓടി. പിന്നെ പെട്ടെന്ന് പ്രയാസമാക്കി അവനെ തിരിച്ച് നാട്ടിൽ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ അവര് അരുൺ ബി നായർ എന്നും പറഞ്ഞ ഡോക്ടറിനെ കാണാനായിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിക്ക് എന്നെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നുള്ളത് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ചന്ദ്രയ്ക്ക് വന്ന് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാമെന്നും പറഞ്ഞൊക്കെ എനിക്ക് വന്നതാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇത് കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പിന്നെ വേറൊരു ഡോക്ടറിലേക്ക് റെഫർ ചെയ്ത് പറഞ്ഞു വിട്ടായിരുന്നു, ട്രിവാൻഡ്രം വരെ പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അത് ആളുടെ സിംറ്റം ഇത് ഒറ്റ ദിവസം ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇത് ചില ആൾക്കാരിൽ പ്രത്യേകിച്ചും ഈ അഡോളസൻസ് ഏജിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് ഇതുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രസൻസ് ഓഫ് 1 or more of the following symptom, at least one of these must be 1, 2, 3. നമ്മൾ 4 കാര്യങ്ങൾ അടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടാ? ഡെലൂഷൻ, ഹലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്,
ഗ്രോസ്ലി ഡിസോർഗനൈസ്ഡ്, കാറ്ററ്റോണിക് ബിഹേവിയർ. ഈ 4 കാര്യങ്ങളിൽ 3 ഉണ്ടാകണം. 1, 2, 3 നിർബന്ധമായിട്ടുണ്ടാകണം. പ്രസൻസ് ഓഫ് 1 or more of the following symptom. At least one of these must be 1. ഏതെങ്കിലും ഒരെണ്ണം 1, 2, 3 ആയിരിക്കണം. നോട്ട്, ഡു നോട്ട് ഇൻക്ലൂഡ് സിംറ്റം ഇഫ് ഇറ്റ് ഈസ് കൾച്ചറലി സാങ്ഷൻഡ് റെസ്പോൺസ്. ചില കൾച്ചറലി സാങ്ഷൻഡ് റെസ്പോൺസ് ഉള്ളത് കൊണ്ട് ചില ആൾക്കാരിൽ ഇതുണ്ടാകാം. അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ആൻ എപ്പിസോഡ് ഓഫ് ദ ഡിസ്റ്റർബൻസ് ഈസ് അറ്റ്ലീസ്റ്റ് 1 day ബട്ട് ലെസ് ദാൻ 1 month. ഒരു ദിവസമായിരിക്കും ഇതുണ്ടാകുന്നത്, അല്ലെങ്കിൽ അതെന്താണ്, അത് ഒരു മാസത്തിനിടയ്ക്ക് ഉണ്ടാകും. ലെസ് ദാൻ 1 month, ഒരു മാസത്തിന് ഇടയ്ക്ക് തന്നെ നിൽക്കണം. വിച്ച് ഇവഞ്ച്വലി ഫുൾ റിട്ടേൺ ടു പ്രീ മോർബിഡ് ലെവൽ ഓഫ് ഫങ്ഷനിങ്. ആള് സ്വാഭാവികമായിട്ടും എങ്ങനെയാണോ ഇതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്, അതേ രീതിയിലേക്ക് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ദിവസമോ ഒരു മാസത്തിനുള്ളിലോ അത് പഴയതുപോലെ തന്നെ അങ്ങ് തിരിച്ചു വരണം. സംഭവം പിടികിട്ടിയോ? ഈസ് ഇറ്റ് ക്ലിയർ? ചില കൾച്ചറൽ ഫാക്ടേഴ്സിൽ എന്താണ്, ഇപ്പം നമ്മൾക്കിപ്പം ഇന്ത്യയിൽ എന്താണ് ക്രിസ്ത്യൻ റിലീജിയസ് ഉണ്ട്, ഹിന്ദുത്വം ഉണ്ട്, മുസ്ലിം, നമ്മൾ എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച്. ചില കൾച്ചറിൽ ചില കാര്യങ്ങൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കൾച്ചറലി സാങ്ഷൻഡ് റെസ്പോൺസുകളായിരിക്കും. ഇപ്പം എന്താണ് നമ്മൾ പറയുക, എന്താണ് വെളിച്ചപ്പാടുകളൊക്കെ ഉണ്ടാവുന്ന, അതെ തന്നെ, അത് നമ്മൾ റോൾ ഔട്ട് ചെയ്യണം. അപ്പൊ അതല്ല, ഡു നോട്ട് ഇൻക്ലൂഡ് സിംറ്റം ഇഫ് ഇറ്റ് ഈസ് കൾച്ചറലി സാങ്ഷൻഡ് റെസ്പോൺസ്. അതാകാൻ പാടില്ല. പക്ഷെ അത് റിജിഡ് ആയിട്ട് ചെറുപ്പം മുതലേ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ വല്ല ഇതുപോലത്തെ ഒരാള്, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ കോമരാ. അപ്പം എല്ലാ വർഷവും ആ സമയമാകുമ്പോൾ he does this thing, he goes through a regular schedule of അതൊക്കെ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ടൊക്കെ he becomes he's like, took it on to himself that he is that person. correct. അപ്പൊ അവർക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്ത് വരുന്ന സാധനല്ലേ. അത് അങ്ങനെ ചെയ്യുന്നു, അതാകാൻ പാടില്ല എന്നാ പറയുന്നത്. ഡു നോട്ട് ഇൻക്ലൂഡ് ദ സിംറ്റം ഇഫ് ഇറ്റ് ഈസ് കൾച്ചറലി സാങ്ഷൻഡ് റെസ്പോൺസ്. ചില ആൾക്കാര് ആ ഒരു ഇതിൽ ഈ അവസ്ഥകൾ കാണിക്കാം, പക്ഷെ അതാകാൻ പാടില്ല. അപ്പൊ ഇത് ഈ രോഗമല്ല. ദീപക് സാർ, ക്ലിയർ? Sure, sir. Thank you. അടുത്തത്, the disturbance is not better explained by major depression, bipolar disorder with a psychotic feature. ചില ബൈപോളാർ ഡിസോർഡർ വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സിനകത്ത് ഇതേ അവസ്ഥകൾ ഉണ്ടാകാം. അതെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. സബ്സ്റ്റൻസ് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും പാടില്ല. എങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ ബ്രീഫ് സൈക്കോട്ടിക് എന്ന് പറയുന്നത്. ഡെലൂഷണൽ ഡിസോർഡറിനകത്ത് 1 month ഡ്യൂറേഷനിലേക്ക് അപ്പുറത്തേക്ക് ഒരാൾക്ക് ഫോൾസ് ബിലീഫ് ഉണ്ടാകണം. എന്നാൽ ബ്രീഫ് സൈക്കോട്ടിക്കിനകത്ത് അത് ബിലീഫ് ആകാം, ഹലൂസിനേഷൻ ആകാം, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ആകാം, ഗ്രോസ്ലി ഡിസോർഗനൈസ്ഡ് കാറ്ററ്റോണിക് ബിഹേവിയർ ആകാം. എന്തും ആയിക്കോട്ടെ, അതിനകത്ത് 1, 2, 3 ഉണ്ടാകണം. ആ രീതിയിൽ 1, 2, 3 നിലനിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ബ്രീഫ് സൈക്കോട്ടിക് എന്ന് പറയുന്നത്. ഇത് ഒരു സ്കിസോഫ്രീനിയ രോഗത്തിന് ഇങ്ങനെയുള്ള ക്ലിയർ ആവുന്നില്ല സാർ. ഹലോ, ഇപ്പോഴോ? ഇപ്പൊ സോറി. അപ്പൊ അതിന്റെ അത്രയുള്ള ഡീപ് സൈക്കോട്ടിക് ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്നതാണ്, നമുക്ക് ഈ 1 month ഒരു ദിവസത്തിന് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നതിന്റെയോ മറ്റു കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്യുക എന്നതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ.
സാർ ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആവുന്നു. വോയിസ് ക്ലിപ്പിംഗ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് സർ. Okay, right now? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, മഴയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ബ്രീഫ് സൈക്കോട്ടിന്റെ പ്രത്യേകതകൾ. We lost you again. സ്ക്രീൻ കാണാവോ? സ്ക്രീൻ കാണില്ല സർ. സ്ക്രീൻ ഈസ് ഓൺ. കാണാം. സ്ക്രീൻ ഉണ്ട്. കാണാം. കാണാം സർ. കാണുന്നുണ്ട്. സ്ക്രീൻ ഗോൺ. Okay. No sir. Net issue ആണെന്നുള്ള. Now voice is bit okay. സർ സ്ക്രീൻ വോയിസ് ഓഫ് ഇല്ലാതെ ചെയ്യണോ? സർ സ്ക്രീൻ ഇല്ലാതെ ചെയ്താ പോരെ, നമ്മളെ മറ്റേ ക്ലാസ്സിൽ ചെയ്യുന്ന മാതിരി. ബാക്കി നാളെ എടുക്കാം. ടൈം സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി.